الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. മഞ്ചേശ്വരത്ത് ഈ നാട്ടിലെ എല്ലാവരും സ്നേഹപൂർവ്വം ഹിന്ദുസ്ഥാൻ മോണിച്ച എന്ന് വിളിച്ച മോണിച്ച, അദ്ദേഹത്തിൻ്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടമാണ്. ബോംബെയിലെ അവരുടെ കുടുംബ ഹോട്ടലിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. ആ ഒരു പേരിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാൻ മോണിച്ചയുടെ പേരിൻ്റെ കൂടെ ഹിന്ദുസ്ഥാൻ എന്നുള്ള ഒരു പേര് കൂടി വന്നത്. മോണിച്ച എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം, ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് അത് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ആശ്രയിച്ചിരുന്നത് ബോംബെയാണ്. അന്ന് മുംബൈ ആശ്രയിക്കുന്ന സമയത്ത് അവിടെ ആ മനുഷ്യനെ ചേർത്ത് നിർത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യുക, ആശ്വസിപ്പിക്കുക. ഇതൊക്കെ മോണിച്ചയുടെ ജീവിതത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. മോണിച്ച അവസാന നാളുകൾ വരെ മോണിച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. തീർച്ചയായും അദ്ദേഹം ഉപ്പളയുടെയും മഞ്ചേശ്വരത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയ കാലത്ത് PM അനീഫ്, ഞങ്ങളുടെ അന്നത്തെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ക്യാൻസർ ബാധിച്ചിട്ടാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോംബെയിലെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോണിച്ചയുടെ സേവനം വലിയ ഞങ്ങളുടെ സംഘടനാ രംഗത്ത് ചർച്ചയായിരുന്നു. പ്രിയപ്പെട്ട അനീഫയുടെ പേരിലുള്ള പുരസ്കാരം പോലും മോണിച്ച കാസർഗോഡ് നൽകിയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തീർച്ചയായും വല്ലാത്ത നഷ്ടമാണ്, നികത്താൻ കഴിയാത്ത നഷ്ടമാണ് മോണിച്ചയുടെ വിയോഗം. ഹിന്ദുസ്ഥാൻ മോണിച്ച ഞങ്ങളുടെ നാടിന് മാത്രമല്ല ഈ ജില്ലയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. ഹിന്ദുസ്ഥാൻ മോണിച്ച എന്നുള്ള വ്യക്തി എന്നെയൊക്കെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ആകർഷിപ്പിച്ച ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട ഹിന്ദുസ്ഥാൻ മോണിച്ച അടക്കമുള്ള ലണ്ടൻ മുഹമ്മദാജി അടക്കമുള്ള ലീഡർഷിപ്പ്. ഒരു നിസ്വാർത്ഥ സേവകരായ ആളുകളാണ്. ഒരു ക്യാൻസർ രോഗമുള്ള ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അവരോട് പറയും, നമുക്ക് വാ ഹോസ്പിറ്റലിലേക്ക് പോകാം. ചിലപ്പോൾ എല്ലാവരും സമ്മതിക്കണമെന്നില്ല, പക്ഷെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട്, എന്നിട്ട് അവരുടെ ചിലപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബമാണെങ്കിൽ ആ കുടുംബക്കാർക്ക് അവർ ആ വണ്ടിക്കൂലിയും കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്ന ഒരു രംഗം. അത്രത്തോളം ക്യാൻസർ രോഗികളുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായ ഇടപെടൽ നടത്തിയ ഒരു ലീഡർഷിപ്പാണ് പ്രിയപ്പെട്ട ഹിന്ദുസ്ഥാൻ മോണിച്ചക്കുള്ളത്. മോണിച്ച ഇന്ന് വരെ ജനപ്രതിനിധി ആയിട്ടില്ല. മോണിച്ച ഇന്ന് വരെ ഏതെങ്കിലും ഒരു നേതൃനിരയിലേക്ക് വന്ന ആളല്ല. മറിച്ച് ഒരു രോഗം വരുന്ന ആളുകളെ അവരെ ചേർത്ത്, ഞാൻ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ അറിയപ്പെട്ട അഡ്വാണി ഡോക്ടർ ഉള്ളത് മുംബൈയിലെ ടാറ്റ ഹോസ്പിറ്റലിലാണ്. ടാറ്റ ഹോസ്പിറ്റലിൽ അഡ്വാണി ഡോക്ടർ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് മോണിച്ചാനൊക്കെ നേരിട്ട് വിളിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രത്തോളം അഡ്വാണി ഡോക്ടറുമായി അത്രത്തോളം ബന്ധമുള്ളവരാണ്. കാസർഗോഡ് പ്രമുഖരായ ആളുകൾക്കൊക്കെ അഡ്വാണി ഡോക്ടറെ നേരിട്ട് അടുത്തേക്ക് കൊണ്ടുപോയതും അവരുടെ ക്യാൻസർ ചികിത്സയിൽ കൂടെ നിന്നതും പ്രിയപ്പെട്ട മോണിച്ചയായിരുന്നു. അത്രത്തോളം ക്യാൻസർ രോഗികളുടെ പ്രശ്നത്തിൽ നമുക്കറിയാം, ഇന്ന് അതൊരു വ്യാപകമായ രീതിയിൽ ക്യാൻസർ രോഗം മാറുമ്പോൾ ഒരു കാലത്ത് ഇതാദ്യമായൊക്കെ തിരിച്ചറിയുന്ന കാലത്ത് അവരെ ചേർത്ത് നിർത്തിയത് പ്രിയപ്പെട്ട ഹിന്ദുസ്ഥാൻ മോണിച്ചയായിരുന്നു. ഹിന്ദുസ്ഥാൻ മോണിച്ചയെ അഡ്വാണി ഡോക്ടർ കേരളത്തിൽ എറണാകുളത്ത് ആരംഭിച്ച ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് ഇൻവിറ്റേഷൻ അയച്ചത് ഹിന്ദുസ്ഥാൻ മോണിച്ചക്കായിരുന്നു. അത്രത്തോളം വലിയൊരു ബന്ധം ഇവിടെയുള്ള താഴെ തട്ടിലുള്ള പാവപ്പെട്ട എത്രയോ ആളുകൾക്ക് എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ്. ഒരുപാട് രോഗികളുടെ അടുത്തേക്ക് ഞാനും മോണിച്ചയുടെ കൂടെ പോയതാണ്. അന്ന്
പിന്നെ 15,000, 20,000, 25,000 രൂപയൊക്കെ ഉള്ള കീമോ കുറേ മെഡിക്കലിൽ നിന്ന് പിന്നെ മോണിച്ചാൻ്റെ ബന്ധത്തിൽ 5,000 റുപ്യക്കും 6,000 റുപ്യക്കൊക്കെ ഡിസ്കൗണ്ട്, അതായത് 50% മേലെ 70% മേലെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന ഒരു രംഗം ഞാനൊക്കെ കണ്ടിരുന്നു. അത്രത്തോളം ഹിന്ദുസ്ഥാൻ മോർച്ചയുടെ ഒരു വിടവാങ്ങൽ, ഹിന്ദുസ്ഥാൻ മോർച്ചയുടെ ഒരു നഷ്ടം അത് ഈ നാടിന് മാത്രമല്ല, ഈ ജില്ലക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലെ ഓരോ ആളുകളുടെയും മനസ്സിലേക്ക് തറക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഈ മനസ്സിലുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها بسم الله الرحمن الرحيم
والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. കൊച്ചിയെ കേന്ദ്രമാക്കി അബാദ് ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നു. 1931 മുതൽ ഇന്ത്യയുടെ ഭക്ഷ്യ സമുദ്രോൽപ്പന്നങ്ങൾ അന്തർദേശീയമായി എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ സംരംഭകരായ അബാദ് ഗ്രൂപ്പ് സീ ഫുഡ് എക്സ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ അന്തർദേശീയമായി പ്രശസ്തിയാർജിച്ച അബാദ് ഗ്രൂപ്പ് ലോകോത്തരങ്ങളായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡാണ് അബാദ് ഫുഡ്സ്. അത്യാധുനിക സാങ്കേതികവിദ്യയിൽ പരിപൂർണമായ ശുചിത്വത്തിൽ അതീവ ഗുണമേന്മ ഉറപ്പാക്കിയ ഭക്ഷ്യോൽപാദനവും വിതരണവും 5000-ലധികം ഭക്ഷ്യവിഭവങ്ങളുമായി ലോക ജനതയോടുള്ള ഭക്ഷണപരമായ ഉത്തരവാദിത്വം ദശാബ്ദങ്ങളായി തുടരുന്ന അബാദ് ഫുഡ്സ് സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ദിനംതോറും 300 മെട്രിക് ടൺ സംസ്കരണശേഷിയുള്ള ഭക്ഷ്യോൽപ്പന്ന ഫാക്ടറികൾ. പതിനാറായിരം മെട്രിക് ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജുകൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ തനത് ഗുണം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നു. അബാദ് ഫുഡ്സ്, സെഞ്ച്വറീസ് ഓഫ് ട്രസ്റ്റ്. ഫിഷ് കാറ്റഗറിയിൽ മാത്രമായി 100-ലധികം പ്രോഡക്റ്റുകൾ. അതീവ സാങ്കേതിക തികവിൽ സൂക്ഷ്മതയോടെ ഫ്രീസ് ചെയ്യുന്ന മീനുകൾ മാത്രമേ ഫ്രഷായി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മത്സ്യങ്ങളുടെ യഥാർത്ഥ ടേസ്റ്റ് ലഭിക്കുന്നതിനായി കട്ടിംഗ് വളരെ വിദഗ്ധമായി ചെയ്യണം. റെഡി ടു കുക്ക് മാരിനേറ്റഡ് പ്രോഡക്റ്റുകൾ, സ്നാക്സ് പ്രോഡക്ട്സ്, റാപ്സ്. അബാദ് ഫുഡ് വെജിറ്റബിൾ വിഭാഗത്തിൽ 50-ലധികം പ്രോഡക്റ്റുകൾ തയ്യാറാക്കപ്പെടുന്നു. മീറ്റ് വിഭാഗത്തിൽ ബഫലോയും മട്ടനിലുമായി അനവധി പ്രോഡക്റ്റുകൾ. പൗൾട്രി വിഭാഗത്തിൽ ഡക്കിലും ചിക്കനിലും ടർക്കിയിലും കാടയിലുമായി നിരവധി പ്രോഡക്റ്റുകൾ. സ്ഥിരമായ ഗുണമേന്മ, സ്ഥിരമായ ലഭ്യത, സ്ഥിരമായ വില, 5000-ലധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ, സീറോ വേസ്റ്റേജ്. അബാദ് ഫുഡ്സ്, ദ ഹൗസ് ഓഫ് വേൾഡ് ക്ലാസ് ഫുഡ്സ്. എരിവീറോടെ ദിശ മാറാതെ വഴി
കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നട്ട SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.